സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നട്ടി ബനാന മഫിൻസ് ഉണ്ടാക്കാം. അതിന് എന്തെല്ലാമാണ് വേണ്ടത് എന്ന് നോക്കാം. മൈദപ്പൊടി 1.5 കപ്പ്, അണ്ടിപ്പരിപ്പ് നുറുക്കിയത് 1/4 കപ്പ്, കട്ടി മോര് 3 ടേബിൾ സ്പൂൺ, പഞ്ചസാര 3/4 കപ്പ്, എണ്ണ 1/2 കപ്പ്, 2 നേന്ത്രപ്പഴം പുഴുങ്ങി ഉടച്ച് വെച്ചത്, 2 മുട്ട. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. ഈ പഴം ഒന്ന് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മഫിൻസ് ആണ്. ഇനി ഇതിലേക്ക് പഞ്ചസാര കുറച്ചായി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ടാൽ പഴം നല്ലതുപോലെ ഉടഞ്ഞു കിട്ടുകയും ചെയ്യും, പഞ്ചസാര അലിയുകയും ചെയ്യും. ഇനി ഇതിലേക്ക് ഓയിൽ കുറച്ചായി ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിൽ ഒഴിക്കാനെടുത്തത് ഒലീവ് ഓയിലാണ്. ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുത്താലും മതി. ഇനി ഇതിലേക്ക് മോരും അതുപോലെ കുറച്ചായി ഒഴിച്ച് അടിച്ചെടുക്കാവുന്നതാണ്. ഇനി 1.5 കപ്പ് മൈദപ്പൊടിയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇളക്കി വെച്ച കൂട്ട് ഇതിലേക്ക് കുറച്ചായി ഇട്ട് അടിച്ചെടുക്കാവുന്നതാണ്. പൊടിയിൽ ഒരു നുള്ള് ഉപ്പും ഇടണം. ഇനി ഇതിലേക്ക് ഓരോരോ മുട്ടയായി ഇട്ട് കൊടുക്കാം. അതും നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഗോതമ്പ് പൊടിയെടുത്തും ഇങ്ങനെ ഉണ്ടാക്കാവുന്നതാണ്. ഒലീവ് ഓയിൽ ആയതുകൊണ്ട് ആരോഗ്യത്തിനും നല്ലത് തന്നെ. ഇനി നുറുക്കിയ അണ്ടിപ്പരിപ്പിട്ട് ഫോൾഡ് ചെയ്ത് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗോതമ്പ് പൊടിയെടുത്ത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഹെൽത്തിയായ കേക്ക് തന്നെയാണ്.
വൈകുന്നേരത്തെ ചായക്ക് കടിയായി ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കി കഴിക്കും. ഇനി ബട്ടർ തേച്ച് വെച്ച ട്രേയിലേക്ക് 1/4 ഭാഗം കണ്ട് ഒഴിച്ചു കൊടുക്കാം. ഡിഗ്രിയിൽ 10 മിനിറ്റ് ചൂടാക്കിയ അവനിലേക്ക് അരമണിക്കൂർ നേരം വെച്ച് കൊടുക്കാം. അത് വെന്ത ശേഷം നമുക്ക് പുറത്തെടുക്കാം. ഇനി ഇത് തണുത്ത ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് ക്രീം ഇട്ട് കൊടുക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.